എന്തൊക്കെ പറയണ്ടേ, സുഖങ്ങളൊക്കെ തന്നെ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മിനി വൈഫൈ IP ക്യാമറ. ഇതൊരു മാഗ്നറ്റിക് IP ക്യാമറയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 399 രൂപയാണേ. 399 രൂപയ്ക്ക് നിങ്ങൾക്ക് www.mytvm.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം. അതല്ല നിങ്ങൾ ഇനി വാട്സപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 73 43 43 58 46 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിന്നൊരു മെസ്സേജ് അയച്ചാലും മതി. പ്രോഡക്റ്റ് 3-4 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരിക്കും. അപ്പോൾ ഈ ഒരു IP ക്യാമറയിൽ മാക്സിമം 128 GB വരെയുള്ള മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. കൂടാതെ തന്നെ ഇതൊരു മൈക്രോ USB പോർട്ട് വരുന്ന IP ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോ USB വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ബോക്സിനകത്ത് ഒരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. കൂടാതെ ഒരു ക്യാമറ മൗണ്ടും വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. യൂസർ മാനുവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ മൗണ്ട് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം. ഇതൊരു മാഗ്നറ്റിക് ക്യാമറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയിലേക്ക് ഇതൊരു മാഗ്നറ്റിക് ക്യാമറയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൗണ്ടിലേക്ക് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ അങ്ങ് ഒട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോളും. പിന്നെ ഈ മൗണ്ടിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു ഗമ്മുണ്ട്, ഒരു പശ. അതിനെ ഇളക്കിയിട്ട് നിങ്ങളുടെ റൂമിലോ കാറിലോ ഓഫീസിലോ എവിടെ വേണോ അതങ്ങ് മൗണ്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. അവിടെ കുത്തി അങ്ങ് വെച്ചാൽ മതി, ഇരുന്നോളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസർ മാനുവൽ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തുള്ള സെറ്റിങ്സിനകത്ത് വൈഫൈ സെലക്ട് ചെയ്യണം. വൈഫൈ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കുറേ വൈഫൈ സിഗ്നൽസ് കാണിക്കും. അതിനകത്ത് BAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈഫൈ സിഗ്നൽ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ വൈഫൈ ആയിട്ട് കണക്ട് ആവും. അതായത് ഫോണിൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ആവും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. YX Lite എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ചോദിക്കും ഒന്നും കൂടി വൈഫൈ ഒന്ന് കൺഫേം ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ വൈഫൈ ആയിട്ട് ക്യാമറ കണക്ട് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ, അതായത് ക്യാമറയുടെ മൊബൈൽ സ്ക്രീനിൽ അവരുള്ള ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ. സൂപ്പറല്ലേ. ഇനി നിങ്ങൾക്ക് ഈ ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ നിങ്ങളുടെ മൊബൈലിനകത്ത് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു ക്യാമറ ബട്ടണും വീഡിയോ ബട്ടണും ഉണ്ട്. അതിൽ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോട്ടോ എടുക്കും, വീഡിയോ ബട്ടൺ എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ക്യാമറ ബട്ടൺ പ്രസ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ കാണണമെങ്കിൽ ആപ്ലിക്കേഷനകത്ത് ആൽബം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആൽബം എന്ന് പറഞ്ഞ സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത ഫോട്ടോയൊക്കെ അത്യാവശ്യം ക്ലിയറോടെ കാണണേ. നിങ്ങൾ ഈ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിനുള്ള ക്ലിയർ അതിനകത്തുണ്ട്, കുഴപ്പമില്ല. കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിന് ഓവറായിട്ട് പ്രതീക്ഷിക്കരുത്. കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിനുള്ള ക്ലിയറും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ വൈഫൈ മോഡം വെച്ച് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാടേ, ഒരു കുരുവില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് വൈഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വൈഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ലഭ്യമായിട്ടുള്ള കുറേ വൈഫൈ കണക്ഷൻ കാണിക്കുക. അതിൽ നിങ്ങളുടെ വൈഫൈ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈഫൈയുമായിട്ട് ഈ ക്യാമറ കണക്ട് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വൈഫൈ ആയിട്ട് ഈ ക്യാമറ കണക്റ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് ദൂരെ എവിടെ വേണോ ഇരുന്നുണ്ട്, നിങ്ങൾക്ക് കാട്ടിലോ വീട്ടിലോ നാട്ടിലോ പാറമടയിലോ എവിടെ പോയി ഇരുന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളോ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിലൂടെ കാണാൻ പറ്റൂടെ.